മലയാള സിനിമാ മേഖലയിലെ അന്തർധാര പുകച്ചിൽ ഒടുവിൽ കൈവിട്ട കളിയിലേക്ക് നീങ്ങുന്നു. സിനിമാ മേഖല കുറെ കാലമായി വിവാദങ്ങളുടെ ചൂടിലാണ്. സിനിമാ സമരം സംബന്ധിച്ച് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിനു പിന്നാലെ തുടങ്ങിയ പരസ്യ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഒരു വശത്ത് ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും അടക്കമാണെങ്കിൽ, മറുവശത്ത് മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും താരസംഘടനയായ AMMA-യുമാണ്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാനെ ലക്ഷ്യമിട്ടാണ് നിർമ്മാതാക്കൾ പുതിയ നീക്കം നടത്തുന്നത് എന്നാണ് അവസാനം ലഭിക്കുന്ന സൂചനകൾ. സിനിമാ മേഖലയിലെ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജൂൺ 1-നാണ് നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംഘടനാ തീരുമാനമല്ലെന്നടക്കം ആരോപിച്ച് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ പ്രശ്നം വഷളായി. മോഹൻലാൽ, പൃഥ്വിരാജ്, ടോവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവർ ഈ പോസ്റ്റിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു. അടുത്ത സുഹൃത്ത് കൂടിയായ സുരേഷ് കുമാറിനെ തള്ളി മോഹൻലാൽ അടക്കം വന്നത് നിർമ്മാതാക്കളെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയും എമ്പുരാന്റെ ബജറ്റ് സംബന്ധിച്ചും സുരേഷ് കുമാർ പ്രസ്താവന നടത്തിയതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന AMMA-യുടെ യോഗത്തിലും ഇതിനെതിരെയാണ് നിലപാട് ഉയരുന്നത്. ചിലരുടെ പിടിവാശിയാണ് സമരത്തിന് പിന്നിലെന്നാണ് താരസംഘടന ആരോപിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒടുവിലാണ് എമ്പുരാനെ ഉന്നം വച്ചുള്ള ചരടുവലികളും ഒരു വശത്ത് അരങ്ങേറുന്നത്. സിനിമാസ്വാദകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ മാർച്ച് 27-നാണ് റിലീസ് ചെയ്തെത്തുന്നത്. അന്നത്തെ ദിവസം നിർമ്മാതാക്കൾ സൂചനാ പണിമുടക്ക് നടത്തിയേക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിയേറ്റർ ഉടമകളുടെ അടക്കം പിന്തുണ സമരത്തിനുണ്ടെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഇതോടെ 27-നുള്ള എമ്പുരാൻ റിലീസ് തടസ്സപ്പെടുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക. ബിഗ് ബജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന എമ്പുരാൻ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ ഹൈപ്പോടുകൂടി തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് ഈ പുതിയ പ്രതിസന്ധി സിനിമാ സമരത്തിന് പിന്നിലെന്നാണ് താരസംഘടന ആരോപിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒടുവിലാണ് എമ്പുരാനെ ഉന്നം വെച്ചുള്ള ചരടുവലികളും മറ്റൊരു വശത്ത് അരങ്ങേറുന്നത്. മറ്റൊരു നീക്കം കൂടി ഉള്ളത് ആന്റണി പെരുമ്പാവൂരിനെയും എമ്പുരാനെയും ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു ആരോപണം. മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറിന്റെ അനുമതിയോടെ വേണം എന്ന് വ്യക്തമാക്കി ഫിയോക് അടക്കമുള്ള സംഘടനകൾക്ക് ചേംബർ കത്തയച്ചിരിക്കുകയാണ്. 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യാനിരിക്കെ 25 മുതലുള്ള ചിത്രങ്ങൾക്ക് പുതിയ നിബന്ധന കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും ആന്റണി തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രശ്നപരിഹാരത്തിന് ആന്റണി പെരുമ്പാവൂരുമായി ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്നും സിനിമ നിർത്തണമെന്നുമാണ് തീരുമാനിച്ചാൽ നിർത്തുക തന്നെ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗം കൂടിയായ ആന്റണി പെരുമ്പാവൂർ സംഘടനാ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. 7 ദിവസത്തിനകം നൽകണം, ഇല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നേക്കും. താരരാജാക്കന്മാർ സ്ക്രീനിൽ തല്ലുന്നത് കണ്ട് രോമാഞ്ചം വന്നവർക്ക് ഇനി പൊതുവഴിയിൽ കിടന്ന് തല്ലുന്നത് കൂടി കാണേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണണം.